ഇത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് 2 ക്ലാസ്സിലും 3 ക്ലാസ്സിലേക്കൊക്കെ നീങ്ങിപ്പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട സാധാരണ രീതിയിൽ ഒരു സപ്താഹത്തിന് കേൾക്കുന്നത് പോലെയുള്ള ഒരു കഥയല്ല. കാരണം അറിവുള്ള രണ്ടാൾക്കാർ തമ്മിലാണ് സംസാരിക്കുന്നത്. അവിടെ ശിഷ്യൻ്റെ ഭാവത്തിൽ നിൽക്കുന്ന വ്യാസരാണ്. അപ്പോൾ എന്തായിരിക്കും അത് ആലോചിച്ചാൽ അത് എങ്ങനത്തെ വ്യാസർ? വേദം 4 ഭാഗിച്ച് പുരാണങ്ങളൊക്കെ എഴുതി മഹാഭാരതവും എഴുതി തീർത്ത വ്യാസരാണ്. ആ ലെവലിലുള്ള ആൾക്കാണ് ഉപദേശങ്ങൾ വരുന്നത്. അപ്പം ഉപദേശിക്കുന്ന ആളുടെ ലെവൽ എന്തായിരിക്കും അന്നേരം ആലോചിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഇത്രയും ശ്രേഷ്ഠന്മാരായിട്ടുള്ള 2 പേരുടെ സംഭാഷണം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ലഘുവായിട്ട് എടുക്കാനേ പാടില്ല. അത് അതിനെ അർഹിക്കുന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമ്മളുടെ ബുദ്ധിയൊക്കെ പരിമിതമായ ബുദ്ധിയാണ്, എന്നാലും കുറേയൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ നാനാത്വ ഭ്രമം, നമ്മുടെ അജ്ഞാനത്തിൻ്റെ ലക്ഷണം എന്താണ്? നാനാത്വ ഭ്രമം. ഞാൻ ഈ കാണുന്നത് ഈശ്വരനാണ് എന്ന് അറിയായിക, അതിൽ തന്നെ പലതിനെ പല വിധത്തിൽ കാണുക, ഇതൊക്കെയാണ് നമ്മുടെ അജ്ഞാനത്തിൻ്റെ ലക്ഷണം. ഇങ്ങനെ നാനാത്വം ഉണ്ടെങ്കിൽ അത് ദുഃഖത്തിന് കാരണമാകും എന്നുള്ളതാണ് പറഞ്ഞു നിർത്തിയത്. പിന്നീട് നാരദർ പറയുന്നത് കർമ്മങ്ങളെല്ലാം അതിനെല്ലാം പരിധിയുണ്ടെന്ന്. കർമ്മങ്ങളെല്ലാം കർമ്മഫലങ്ങളെ കൊണ്ടുവരും, പക്ഷേ എത്രയൊക്കെ പുണ്യകർമ്മങ്ങൾ ചെയ്താലും അതിന് ഒരു പരിധിയുണ്ട് എന്ന് പറയണം. അത് പരമാവധി തരുന്നത് ബ്രഹ്മലോക പ്രാപ്തിയാണ്. കർമ്മഫലത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നത് അത്രയും സൂക്ഷ്മ ലോകങ്ങളിലേക്ക് വരെ നമുക്ക് പോകാൻ പറ്റും. പക്ഷെ അത് മുക്തി എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നില്ല. അപ്പോൾ ഈ നമ്മൾ ചെയ്യേണ്ട ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ, ചതുരാശ്രമങ്ങളുണ്ട്, അതെല്ലാം കർമ്മമാണ് എന്നവിടെ എടുത്തു പറയണം. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇത് 4 കൊണ്ടും മുക്തി കിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താ? അത് കർമ്മമാണ്. അപ്പം മുക്തി കിട്ടണമെങ്കിൽ ഇതിനെ കർമ്മത്തിൽ നിന്ന് മോചിപ്പിക്കണം. കർമ്മം ഉണ്ടാവുന്ന കർത്തൃത്വ ഭോക്തൃത്വം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഇതിലെ കർമ്മങ്ങളെല്ലാം ആ അഹങ്കാരമില്ലാതെ ചെയ്യണം. അതാണ്, അല്ലാതെ ഇത് ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്. ഇത് ചെയ്യേണ്ട മനോഭാവം മാറണം എന്നാണ്. വിധിപ്രകാരം ചെയ്യേണ്ടതാണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചതുരാശ്രമാദി കർമ്മങ്ങളെല്ലാം വിധിപ്രകാരം ചെയ്യണം എന്നാണ്. വിധിപ്രകാരം എന്ന് പറഞ്ഞാൽ പിന്നീട് ദുഃഖങ്ങൾ വരാത്ത വിധം വേണം ചെയ്യാൻ. ഇതൊക്കെ കർമ്മങ്ങളായത് കാരണം ഇതിൻ്റെ പരമാവധി ഫലം ബ്രഹ്മലോകപ്രാപ്തിയാണ്. ഇത് മോക്ഷത്തിന് ഉതകണമെങ്കിൽ അതിനെ കർമ്മയോഗമാക്കി മാറ്റണം. അല്ലാതെ ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോയിട്ട് കുറേ വ്രതം എടുത്തു, ആചാരങ്ങൾ ചെയ്തു, പൂജ ചെയ്തു, വഴിപാട് ചെയ്തു, തീർത്ഥയാത്ര പോയി, ഇതൊക്കെ കാര്യം തന്നെയാണ്, വേണ്ടത് തന്നെയാണ്. പക്ഷേ അത് നാരദരുടെ ഭാഷയെ പറഞ്ഞ വിധിപ്രകാരമായിരിക്കണം. മോക്ഷത്തിന് ഉതകുന്ന വിധത്തിൽ വേണം സകല കർമ്മങ്ങളും ചെയ്യാൻ. അപ്പോൾ നമ്മൾ ചെല്ലുന്ന മന്ത്രം ഉണ്ടല്ലോ, പൂർണ്ണകുംഭ മന്ത്രം, ന കർമ്മണാന പ്രജയാധനേന ത്യാഗേനൈക അമൃതത്വമാനശുഹു. അപ്പോൾ കർമ്മങ്ങളെക്കൊണ്ടും പ്രജകളെക്കൊണ്ടും ബന്ധങ്ങളെക്കൊണ്ടൊന്നും അമൃതത്വം കിട്ടുന്നില്ല, ത്യാഗം കൊണ്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. ത്യാഗം എന്താ ത്യജിക്കേണ്ടത്? അഹങ്കാരത്യാഗം. അഹങ്കാരത്യാഗം എന്ന് പറഞ്ഞാൽ ദേഹമനോബുദ്ധികളുമായിട്ടുള്ള താതാത്മ്യം ഇല്ലാണ്ടാവണം. ഞാൻ ദേഹമാണ്, ഞാൻ മനസ്സാണ്, ഞാൻ ബുദ്ധിയാണ് എന്ന ബോധത്തിൽ നിന്ന് മാറി ഞാൻ ദേഹമോ മനസ്സോ ബുദ്ധിയോ അല്ല, അതിന് സാക്ഷിയായിരിക്കുന്ന ചൈതന്യമാണ് എന്ന ബോധത്തിൽ വരണം. അപ്പോഴേ അഹങ്കാരത്യാഗം ഉണ്ടാവുന്നുള്ളൂ. പിന്നെ ഈ കർമ്മങ്ങളൊക്കെ എന്തിനാണ് ചെയ്യാൻ പറഞ്ഞത്? അതുകൊണ്ടല്ലോ എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു. കർമ്മത്തിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കാൻ പറ്റില്ല. നമുക്ക് വന്നിരിക്കുന്ന എല്ലാ ധാർമ്മികമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു ഉദ്ദേശമുണ്ട്. എന്താണ് ഉദ്ദേശം? ഈ കർമ്മങ്ങളെല്ലാം, പ്രവൃത്തികളെല്ലാം ചിത്തശുദ്ധിക്ക് കാരണമാകും എന്ന് പറഞ്ഞാൽ കർമ്മവാസനകളെ ക്ഷയിപ്പിക്കാൻ കർമ്മങ്ങൾ ചെയ്യണം. കർമ്മവാസനകളെ കർമ്മയോഗമാക്കി മാറ്റിക്കൊണ്ട് ചിത്തശുദ്ധി വരുത്തണം എന്ന് പറഞ്ഞാൽ ആ കർമ്മങ്ങൾ അഹങ്കാരം ഉണ്ടാവരുത്, സ്വാർത്ഥത ഉണ്ടാവരുത്, ഈശ്വരാർപ്പണമായിരിക്കണം, ലോകത്തിൻ്റെ നന്മയുണ്ടായിരിക്കണം. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ അത് ചിത്തശുദ്ധിക്ക് ഉതകുന്ന വിധത്തിൽ വരുള്ളൂ. ചിത്തശുദ്ധിയുള്ള ആൾ ക്രമേണ ആത്മജ്ഞാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും, പുരോഗതി ഉണ്ടാവും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വെറുതെ കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് മോക്ഷം കിട്ടും എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ഇപ്പോൾ രാവിലെ പോയി അമ്പലത്തിൽ പോയിട്ട് കുറേ പുരുഷസൂക്തം ചൊല്ലി, ഇല്ലെങ്കിൽ കുറേ രുദ്രം ചൊല്ലി,
അത് ചൊല്ലൽ മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പോഴൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രവണത എന്താണെന്ന് പറഞ്ഞാൽ ഈ ചൊല്ലുന്നതിൽ മത്സരം. പിന്നെ നിന്നെക്കാളും നന്നായിട്ട് ഞാൻ ചൊല്ലും, അപ്പം ഞാൻ ചൊല്ലിയത് കേട്ടിട്ടാണ് ഭഗവാൻ സന്തോഷിക്കുക. ഭഗവാൻ മാർക്കിടാനിരിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മളുടെ ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ബോധത്തോടു കൂടി വേണം ചെയ്യാൻ. അഹങ്കാരമില്ല, ഞാൻ ചെയ്തു, ഞാൻ പാടി, ഇല്ലെങ്കിൽ എനിക്ക് പ്രൈസ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം അത് നാരദർ പറഞ്ഞ പോലെ വേണ്ടതുപോലെ ആയില്ല, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രശ്നങ്ങളാണ് പിന്നീട് വരുന്നത്. കർമ്മങ്ങളിലൂടെ മുക്തിയില്ല എന്നുള്ളത്. കർമ്മങ്ങളിലൂടെ നാരദരുടെ ഭാഷ പറഞ്ഞു, കർമ്മങ്ങൾ പ്രവൃത്തി മാർഗമാണെന്നാണ് പറഞ്ഞത്. പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ സംസാരങ്ങളെ തുടർച്ചയായിട്ട് കൊണ്ടുവരുന്നതാണ് കർമ്മങ്ങൾ മാത്രം ചെയ്യുകയാണെങ്കിൽ. ഭഗവത്ഗീതയിൽ നോക്കിയാലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനത്തിൽ ഉറച്ച കർമ്മം ചെയ്യണം എന്നാണ്, അപ്പോഴേ അഹങ്കാരത്യാഗം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്നത് പ്രവൃത്തി മാർഗം കൊണ്ട് ഒരിക്കലും നിവൃത്തി മാർഗത്തിലേക്ക് എത്താൻ പറ്റില്ല. നിവൃത്തി വേറെ, മോക്ഷം. ഇതെടുത്ത് പറഞ്ഞുകൊണ്ട് ശേഷം അടുത്തത് അന്നേരം ഒരു സംശയം വരികയാണ്. അങ്ങനെ കർമ്മങ്ങളെ കൊണ്ട് ഒന്നും രക്ഷയില്ലെങ്കിൽ പിന്നെ ഭാഗവതത്തിലൊക്കെ ഈ അവതാരങ്ങൾ ഒത്തിരി പറഞ്ഞിട്ടുണ്ടല്ലോ. അവതാര ലീലകൾ എന്തിനാണ് വർണ്ണിക്കുന്നത്? ഇതൊരു വലിയ ചോദ്യമാണ്. ശ്രീകൃഷ്ണൻ അത് ചെയ്തു, ശ്രീരാമന് ചെയ്തു, അതാണ് മാതൃക, നമ്മളങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ ഉപദേശങ്ങൾ കേട്ട് വളർന്നു. എന്നിട്ട് പറയും ഈ പ്രവൃത്തി കൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ അവതാര ലീലകൾ പറഞ്ഞത് എന്തിനാണ്? അത് നല്ലൊരു കഴമ്പുള്ള ചോദ്യമാണ്. അവതാര ലീലകളെല്ലാം പ്രവൃത്തി മാർഗമല്ലേ, കർമ്മങ്ങളല്ലേ കാണിച്ചു തരുന്നത്, എങ്ങനെ ജീവിക്കണം എന്നല്ലേ. അതുകൊണ്ട് ഉപകാരമൊന്നുമില്ലല്ലോ, പിന്നെന്തിനത് പറഞ്ഞു? അപ്പോൾ അതിന് ഉത്തരം കൊടുക്കുന്നത് ഈ പരബ്രഹ്മമായിട്ടുള്ള സാക്ഷാത്കാരം ഉണ്ടാവണമെങ്കിൽ പരബ്രഹ്മം ദേശകാല വസ്തു പരിച്ഛേദ ശൂന്യം എന്നാണ്. ദേശം, കാലം, വസ്തു എന്നീ അതിരുകളില്ലാത്ത പരമാത്മാവ് പരബ്രഹ്മം, അതിനെ അത്രയും സൂക്ഷ്മ ബുദ്ധിയുള്ളവർക്ക് അറിയാൻ സാധിക്കൂ. അറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അതുമായിട്ട് ചേരാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ വളരെ വിരളമാണ്. അല്ലാത്തവരുടെ സ്ഥിതി എന്താണ്? അല്ലാത്തവർക്ക്, നമ്മളെപ്പോലുള്ളവർക്ക്, ദേഹാഭിമാനിയായിരിക്കുന്ന ജീവൻ, ഇങ്ങനെയുള്ള ജീവന് ഈശ്വരനിൽ ഭക്തി വരണമെങ്കിൽ ഇത്തരം അത്ഭുത കഥകൾ നമ്മൾ കേൾക്കണം, അവതാര ലീലകൾ കേൾക്കണം. ഇപ്പം നമ്മളിപ്പം പുരാണ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാലും സാധാരണ കാര്യങ്ങളൊന്നുമല്ല നമുക്ക് ഓർമ്മ വരിക, അസാധാരണമായിട്ടുണ്ടായ സംഭവങ്ങളൊക്കെയാണ് ഓർമ്മ വരിക. ഗോവർദ്ധനം ഉയർത്തി ഒരു കാര്യം അല്ലേ, ഇല്ലേ രാവണനെ വധിച്ചു, കംസനെ വധിച്ചു, വലിയ വലിയ ആനകളെയൊക്കെ ചെറിയ കുട്ടികൾ ഇടിച്ച് തെറിപ്പിച്ചു, അടിച്ചു കൊന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു ശക്തി, മാഹാത്മ്യം നമ്മളുടെ മനസ്സിൽ ഉറച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മാഹാത്മ്യം മനസ്സിൽ ഉറച്ചിരിക്കുമ്പോൾ നമുക്ക് ആ രൂപത്തിനോട് അത്ഭുതം, ഭക്തി, ആദരവ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വളർന്ന് വരും അവതാര ലീലകൾ കേൾക്കുമ്പോൾ. ഇപ്പം തന്നെ നമ്മൾ സപ്താഹം കേൾക്കുന്നു, ശ്രീകൃഷ്ണൻ്റെ അവതാര ലീലകൾ കേൾക്കുന്നതുകൊണ്ടാണ് നമുക്ക് ശ്രീകൃഷ്ണനോട് ഭക്തി കൂടുന്നത്. ശ്രീകൃഷ്ണൻ വെറും തത്വമാണ് എന്ന് പറയുന്നതിനോട് ആൾക്കാർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. തത്വത്തിലെ കൃഷ്ണനെ അറിയാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ഭാഗവതം കേൾക്കാൻ ആൾക്കാർ കൂടുതലും ഭഗവത്ഗീത കേൾക്കാൻ ആൾക്കാർ കുറയുന്നതും ഉപനിഷത്ത് ക്ലാസ്സുകളിലൊക്കെ ആൾക്കാർ കുറയാൻ കാരണം അത് ഡയറക്റ്റ് തത്വങ്ങൾ പറയുന്നതുകൊണ്ടാണ്. അത് അങ്ങനത്തെ ആൾക്കാർക്കേ ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ ഒരു ഭക്തി, ഇമോഷണൽ ആയിട്ട് നമുക്ക് ഈശ്വര തത്വങ്ങൾ മനസ്സിലാവണമെങ്കിൽ ഈ തത്വത്തിനെ അവതാര രൂപങ്ങളിലൂടെ തന്നെ പറയണം. അതുകൊണ്ടാണ് അവതാര ലീലകൾ പ്രത്യേകമായിട്ട് വർണ്ണിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം സഗുണ ആരാധന എന്ന് പറയും. അതായത് രൂപമുള്ള ഈശ്വരൻ, രൂപവും സ്വഭാവവും ഒക്കെയുള്ള ഒരു ഈശ്വര സങ്കല്പങ്ങളെല്ലാം തന്നെ അതിന് നമ്മൾ സഗുണ ആരാധന, ഈശ്വര രൂപത്തിലൂടെ ആരാധിക്കുക. രൂപത്തിനെയല്ല, രൂപത്തിലൂടെ തത്വത്തിനെ ആരാധിക്കുക. അപ്പം സഗുണ ആരാധനയിലൂടെ നമുക്ക് ഈശ്വരനോട് ഭക്തി ഉണ്ടാകും. ആ ഭക്തി നമ്മളെ മുന്നോട്ട് നയിക്കും ആത്മജ്ഞാനത്തിലേക്ക്, നിർഗുണ നിരാകാരമായിരിക്കുന്ന ബ്രഹ്മത്തിലേക്ക്. ഇപ്പോൾ പറഞ്ഞതുപോലെ കാല ദേശ വസ്തു പരിച്ഛേദ ശൂന്യമായിരിക്കുന്ന പരബ്രഹ്മത്തിലേക്ക് നയിക്കാൻ സഗുണ ആരാധന ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഈശ്വര രൂപങ്ങൾ ആവശ്യമാണ്. ഈശ്വര രൂപങ്ങളെ നമ്മളെങ്ങനെ ആരാധിക്കുക? വിഗ്രഹങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്.
ഇപ്പോഴാണ് ഇങ്ങനത്തെ വിഗ്രഹങ്ങളൊക്കെ വന്നത്. പണ്ട് കാലത്ത് വിഗ്രഹം എന്നൊന്നുമില്ല, സങ്കല്പങ്ങളായിരുന്നു. അഗ്നിയെ ഗണപതിയാണെന്ന് സങ്കല്പിച്ച് ഗണപതി ഹോമം ചെയ്യും, അപ്പോൾ അത് ഗണപതിയായി. ഇല്ല അഗ്നിക്ക് വേറെന്തെങ്കിലും ഉപാസ്യ ദേവത, നമുക്കിപ്പം ശിവനാണെങ്കിൽ ശിവന് വേണ്ടിയിട്ടുള്ള ഹോമം, പുരുമൃത്യുഞ്ജയ ഹോമം ചെയ്യണമെങ്കിൽ അഗ്നി ശിവനാണെന്ന് സങ്കല്പിക്കും. അതുപോലെ അപ്പോൾ അവിടെ അഗ്നി എന്ന് പറഞ്ഞൊരു സാധനമുള്ളൂ, പക്ഷേ ആരാധന ചെയ്യുന്ന ആളുടെ മനസ്സിലെ ആ അഗ്നി ഈശ്വര രൂപമാണ്. അപ്പോൾ നമ്മൾ ഈ അഗ്നിയിലൂടെ ഈശ്വരനെ കാണാൻ ശ്രമിക്കുകയാണ്. അന്ന് അതിനുള്ള കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു, ഇന്നും അങ്ങനെ ഹോമമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നീട് കുറേയും കൂടി എളുപ്പത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഈശ്വരനൊക്കെ മനുഷ്യരൂപങ്ങൾ സങ്കല്പിക്കാൻ തുടങ്ങി, മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ സങ്കല്പിക്കാൻ തുടങ്ങി. എനിക്ക് പായസം ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഈശ്വരന് പായസം ഇഷ്ടം, എനിക്ക് മത്സ്യവും മാംസമാണ് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ദൈവത്തിനും മത്സ്യവും മാംസവും ഇഷ്ടം. അങ്ങനെയൊക്കെ നമ്മൾ സങ്കല്പിച്ച് ആരാധിക്കാൻ തുടങ്ങി. ഇതൊക്കെ ഈ രൂപം ഈശ്വരനാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ഈശ്വരനാണെന്ന് നമ്മൾ സങ്കല്പിച്ച രൂപത്തിലൂടെ പരമാത്മ തത്വത്തിലേക്ക് എത്താനാണ്. ഈ രണ്ട് വ്യത്യാസവും ശരിക്കും മനസ്സിലാക്കണം. ഇപ്പോൾ ഭഗവത്ഗീതയിൽ വിഭൂതി യോഗം പല പല രൂപങ്ങൾ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഒന്നും വേറെയല്ല എന്ന് കാണിക്കാനാണ്. ഈ മരത്തിൽ ഞാനുണ്ട്, വെള്ളത്തിൽ ഞാനുണ്ട്, കടലിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മാറിയിട്ടില്ല. അപ്പോൾ കടലായിരിക്കുന്നതും മരമായിരിക്കുന്നതും മണ്ണായിരിക്കുന്നതൊക്കെ ഞാനാണ് എന്ന് പറഞ്ഞാൽ പരമാത്മാവാണ്. ഇങ്ങനെ എത്തുമ്പോഴേ നമ്മൾ തത്വത്തിലെ ഭക്തിയിലേക്ക് എത്തുന്നുള്ളൂ. ഇവിടെ അത് തന്നെയാണ് പറഞ്ഞത്, ഏകമായിരിക്കുന്ന തത്വത്തിലേക്ക് എത്തണം എന്നുള്ള. അതിന് സഗുണ ആരാധനയിൽ നിന്ന് തുടങ്ങണം. പക്ഷേ അത് അവിടെ നമ്മൾ കുടുങ്ങിപ്പോവാനും പാടില്ല, അവിടുന്ന് മുന്നോട്ട് നീങ്ങണം. വിവേകാനന്ദ സ്വാമി പറഞ്ഞ പോലെ ക്ഷേത്രങ്ങളിൽ ജനിക്കാം, ക്ഷേത്രങ്ങളിൽ മരിക്കരുത് എന്ന് പറഞ്ഞതാണ്. അവിടെ കുടുങ്ങിപ്പോകരുത്. ഇന്ന് നമുക്ക് സങ്കല്പിക്കുന്നത്, ഇന്ന് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാർഗം ലക്ഷ്യം മറന്നുപോയി, മാർഗം ലക്ഷ്യമായി പോയി എന്നുള്ള. ഭക്തി എന്താണ്? എന്നും രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോവുക, ഭക്തിയായി. പക്ഷെ അതല്ല ഭക്തി. എന്നും രാവിലെ അമ്പലത്തിലേക്ക് പോകുന്ന ഭക്തി ശരിയായ ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഈ വ്യത്യാസം ആണ്. അല്ലാതെ നമ്മളവിടെ പോയത് ദൈവം ആചാരം മാർക്ക് ചെയ്തു എന്ന് തോന്നണ്ട. പോയാൽ ഗുണമുണ്ട്, പോയിട്ടില്ലെങ്കിൽ ദോഷമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ പറയുന്നത് കാമ്യകർമ്മങ്ങളെ കൊണ്ട് അനർത്ഥം ഉണ്ട് എന്ന് പറഞ്ഞാൽ സംസാരം തുടരുന്നുണ്ട് കാമ്യകർമ്മങ്ങളാവുമ്പോൾ. അതിന് ബദലായിട്ട് പറഞ്ഞിരിക്കുന്നത്, പകരമായിട്ട് പറഞ്ഞാൽ ഹരിഭജനം ചെയ്യണം എന്നാണ്. എന്താ ഹരിഭജനത്തിൻ്റെ പ്രത്യേകത? നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ച ഹരിഭജനം നാരായണ നാരായണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഇതൊക്കെ ഹരിഭജനം. യഥാർത്ഥ ഹരിഭജനം എന്താണ് എന്ന് നാരദർ വ്യാസന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊന്ന് നോക്കാം. നമ്മളുടെ ഹരിഭജനം ശരിയാണോ എന്ന് പറഞ്ഞാൽ ഹരേന്ന് നീട്ടി വിളിച്ചാൽ ഭക്തിയാവുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? നിത്യ നൈമിത്തിക കർമ്മങ്ങളിൽ ചെയ്യുന്നതിൽ, അതായത് നമുക്ക് വന്നു ചേരുന്ന ഉത്തരവാദിത്തങ്ങളും നിത്യം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും വന്നു ചേരുന്ന ഉത്തരവാദിത്തങ്ങളും ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ അപാകത സംഭവിച്ചു പോയാൽ പോലും, ഇല്ലെങ്കിൽ വേണ്ടതുപോലെ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഹരിഭജനം ഉണ്ടെങ്കിൽ ദുഃഖ നിവാരണം സാധ്യമാകുന്നു. അപ്പോൾ കർമ്മങ്ങളിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചു പോയാൽ പോലും അതിൻ്റെ മറുമരുന്ന് ഹരിഭജനമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ ഹരിഭജനം എന്ന് പറഞ്ഞിട്ട് ഇനി മുന്നോട്ട് ഹരിഭജനം എന്താണെന്ന് വിസ്തരിക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. കർമ്മം മാത്രം ചെയ്തിട്ട് കാര്യമില്ല ആണ്. കർമ്മത്തിൽ ഭക്തിയും ഉണ്ടാവണം. കാരണം കർമ്മത്തിൽ അപാകത സംഭവിച്ചാലും ഭക്തിയുണ്ടെങ്കിൽ പരിഹാരമാകും. ഭക്തിയില്ലാതെ കർമ്മം മാത്രം, നിത്യനൈമിത്യ കർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓക്കെ, അത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ബോധിക്കണം. കാരണം ഭക്തിയില്ലാതെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് പുണ്യപാപങ്ങൾക്ക് കാരണമാകും. അതാണ് അടുത്ത വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഭക്തിയില്ലാത്ത കർമ്മങ്ങൾ പുണ്യപാപങ്ങളെ സൃഷ്ടിക്കും. പുണ്യപാപങ്ങൾ ഉള്ളിടത്തോളം കാലം സംസാര ദുഃഖമുണ്ട്. പല തരത്തിലുള്ള ദുഃഖങ്ങളാണെന്നുള്ളൂ. ദുഃഖം തന്നെയാണ് എന്തായാലും. എ സിയിലിരുന്നാലുള്ള വേദനയും പുറത്തിരുന്നാലുള്ള വേദനയും എന്ന് പറഞ്ഞാൽ വേദന എന്തായാലും ഉണ്ട്. അപ്പോൾ ഈ സംസാര ദുഃഖം എപ്പോഴും ഉണ്ട്. ഭക്തിയില്ലാത്ത കർമ്മത്തിന് ഇത് നമ്മൾ ആലോചിക്കാനുള്ളത്,
നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള കർമ്മങ്ങളുടെ പേരിൽ പലതും കാട്ടിക്കൂട്ടുന്നുണ്ട്. യഥാർത്ഥ ഭക്തിയോട് കൂടിയാണോ, പ്രദർശനമാണോ, മത്സരമാണോ, ഇതൊക്കെ ഒന്ന് അവനവൻ വേണ്ട വിധത്തിൽ അവനവൻ അവലോകനം ചെയ്യാം. നമുക്ക് മറ്റുള്ളവരെ ദുഷ്പ് കാണിക്കാൻ വലിയ ഇഷ്ടമാണ്, അവൻ ശരിയല്ല ഇവൻ ശരിയല്ല എന്ന്. പക്ഷേ ഞാൻ ചെയ്യുന്നത് ഏത് മനോഭാവത്തോടു കൂടിയാണ്? ഈശ്വരാർപ്പണമായിട്ടാണോ, ഈശ്വരനോട് ഭക്തി ഉണ്ടായിട്ടാണോ ചെയ്യുന്നത് എന്നുള്ളത്. അടുത്തത് പറയുന്ന ഒരു പോയിന്റ്, ഭക്തി ഉള്ളവന്, ഭക്തന് കർമ്മം ബാധിക്കാത്തതിനാൽ ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാവുന്ന. എന്താണ് അഭിവൃദ്ധി? ഉത്തരോത്തരം, വീണ്ടും വീണ്ടും അതിങ്ങനെ വളർന്നു വരും. ഇവിടെ അഭിവൃദ്ധി പറഞ്ഞാൽ ഹരിഭജനത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും, ഈശ്വരഭക്തിയിൽ അഭിവൃദ്ധി ഉണ്ടാകും എന്ന് പറയുന്നു. കർമ്മബാധ ഉണ്ടാവുന്നില്ല കർമ്മത്തിൽ ഭക്തി ഉണ്ടെങ്കിൽ. അപ്പം ഈ സാധാരണ ഭക്തിയിനേക്കാളും അപ്പുറമാണ് ഹരിഭക്തി എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ കാണിച്ചു കൂട്ടുന്ന ഭക്തിയല്ല ശരിയായ ഹരിഭക്തി എന്നുള്ളത്. അപ്പോൾ ശരിയായ ഹരിഭക്തി ഉണ്ടെങ്കിൽ സംസാര നിവൃത്തി ഉണ്ടാകുന്നു. അപ്പം ആലോചിക്കാനുള്ള, കർമ്മത്തിൽ ഭക്തി ചേർന്നാൽ അത് ഹരിഭക്തിയായിട്ട് മാറി കർമ്മത്തിൽ നിന്ന് മുക്തമാക്കി, സംസാരത്തിൽ നിന്ന് മുക്തമാക്കി തരുന്നു എന്നുള്ളതാണ്. അപ്പം വാസനാക്ഷയം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഭക്തി എന്ന് പറഞ്ഞാൽ ശരിക്ക് സംസാര മുക്തിക്ക് കാരണമാണ്. സംസാരമുക്തി എന്ന് പറഞ്ഞാൽ വാസനാക്ഷയമാണ്. വാസനകൾ ഉള്ളിടത്തോളം കാലം സംസാരമുണ്ട്. അപ്പോൾ വാസനാക്ഷയത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം ഭക്തി. അപ്പോൾ വാസനാക്ഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മങ്ങളിലെ അഹങ്കാരം ഇല്ലാണ്ടാവുക, കർത്തൃത്വവും ഭോക്തൃത്വവും, ഞാൻ ചെയ്യുന്നു ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള അനുഭവങ്ങളിലും കർമ്മങ്ങളിലുള്ള ഞാൻ എന്ന അഹങ്കാരം ഇല്ലാണ്ടാവണം. അപ്പോഴേ വാസനാക്ഷയം ഉണ്ടാവുന്നുള്ളൂ. വാസനാക്ഷയം ഉണ്ടെങ്കിൽ സംസാരമുക്തി ഉണ്ടാവുന്നുള്ളൂ. ഇതൊക്കെ സാധ്യമാവണമെങ്കിൽ കർമ്മത്തിൽ ഭക്തി ചേരണം. ഈ ലക്ഷ്യത്തോടു കൂടി വേണം നമ്മളെല്ലാം ചെയ്യാൻ എന്നുള്ളതൊക്കെ ഇതിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കാണ്ട്. ഇത്രയും വിസ്തരിച്ചിട്ട് ഭാഗവത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ പറഞ്ഞതിനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഒന്നാമത്തെ സ്കന്ധം 5-ാം അധ്യായം 16, 17, 18 ശ്ലോകങ്ങളൊക്കെ ഇതൊക്കെ എടുത്തു പറയുന്നുണ്ട്. ഭക്തിയുടെ പ്രത്യേകത, അതിൻ്റെ താത്വികമായിട്ടുള്ള വിശദീകരണം അതാണ്. പിന്നെ പറയുന്നത് ഹരിഭജനത്തിനെ കുറിച്ചാണ്. എന്താണ് ശരിക്കുള്ള ഹരിഭജനം? അതിനൊരു ഡെഫിനിഷനുണ്ടോ, ഒരു നിർവചനം ഉണ്ടോ എന്നുള്ള. ഇത്രയും വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഹരിഭജനം എന്നു പറഞ്ഞാൽ ഭാവിയിൽ മോക്ഷത്തിലേക്ക് നയിക്കുന്ന കർമ്മങ്ങൾ. അത് നാമം ചെല്ലലും പാട്ടുപാടലും മാത്രമല്ല, കീർത്തനം ചെല്ലലും മാത്രമല്ല. നിങ്ങൾ നീട്ടി പറഞ്ഞോ കുറുക്കി പറഞ്ഞോ ഉച്ചാരണം തെറ്റിപ്പോയോ ശരിയാ, അതൊക്കെ വേണ്ടത് തന്നെയാണ്, വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ ശരിക്കും അതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഭാവിയിൽ ഇനി മുന്നോട്ടുള്ള കാലത്ത് മോക്ഷത്തിലേക്ക് നയിക്കുന്ന കർമ്മങ്ങൾ, അതിനെ ഹരിഭജനം എന്ന് പറയണം. അപ്പോൾ ഹരിഭജനം കൊണ്ട് എന്തുണ്ടാവണം? യഥാർത്ഥത്തിൽ ദേഹവും മനസ്സും ബുദ്ധിയുമായുള്ള താതാത്മ്യത്തെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള കർമ്മങ്ങൾ. ഹരിഭജനം കൊണ്ട് ദേഹമനോബുദ്ധികളുമായിട്ടുള്ള താതാത്മ്യം ഇല്ലാണ്ടാവണം. അങ്ങനെയുള്ള കർമ്മങ്ങൾ മാത്രമേ ഹരിഭജനം ആവുന്നുള്ളൂ. മറ്റുള്ള കർമ്മങ്ങളൊക്കെ ഭക്തിയോടുകൂടി ആരാധനയും സ്വാധ്യായം എല്ലാം. പക്ഷെ അത് ഹരിഭജനമാക്കണമെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം വരുത്താനുണ്ട്. ദേഹമനോബുദ്ധികളുമുള്ള താതാത്മ്യം ഇല്ലാതാകുന്ന വിധത്തിലുള്ള കർമ്മങ്ങളെയാണ് ഹരിഭജനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭാഗവത്തിൽ ഹരിഭജനാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ പറഞ്ഞ് നടക്കും. പക്ഷേ ഇതും കൂടി നമ്മൾ ആലോചിക്കാം. നമ്മളിപ്പോൾ ഒരു മന്ത്രം ചെല്ലുമ്പോൾ ഇത്ര മന്ത്രം ചൊല്ലി പ്രൊജക്റ്റ്, എത്ര മന്ത്രം ചൊല്ലി പ്രൊജക്റ്റ്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ചില ആശ്രമത്തിലുള്ളവരൊക്കെ മന്ത്രം ചൊല്ലിയും കൊണ്ട് നടക്കും. എന്നിട്ട് ഞാൻ ഇത്ര മന്ത്രം ചൊല്ലി എന്ന് പറയുമ്പം യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായത്? ഹരേ രാമ ഹരേ രാമ 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 ഹരേ എന്ന് പറഞ്ഞു. എത്ര പ്രാവശ്യം ചൊല്ലി? ഞാൻ 30 മാല ജപിച്ചു. ഞാൻ 30 മാല ജപിച്ചു. മന്ത്രത്തിൻ്റെ ഫലം ഉണ്ടായോ? ഹരിഭജനം ആയിട്ടില്ല. മന്ത്രം ചൊല്ലിയതിൻ്റെ ഗുണമുണ്ടാവും, ഇല്ല പറയുന്നില്ല. പക്ഷെ അത് ഹരിഭജനമായിട്ട് മാറിയിട്ടില്ല.
അപ്പോൾ ഇങ്ങനെ ഹരിഭക്തി നമ്മളെ ജന്മജന്മാന്തരമായിട്ട് തുടരുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മഹാത്മ്യം. ഹരിഭക്തി തുടങ്ങി ഞാൻ എൻ്റെ കർമ്മങ്ങളിൽ എൻ്റെ മനോഭാവമെല്ലാം മാറ്റി കർമ്മങ്ങളെ വേണ്ട വിധത്തിൽ മുന്നോട്ട് നയിക്കാൻ തുടങ്ങി, അഹങ്കാരത്യാഗത്തോടു കൂടി എല്ലാം ചെയ്യാൻ തുടങ്ങി. പക്ഷേ എനിക്ക് അനുവദിച്ച സമയം തീർന്നുപോയി. എന്തു ചെയ്യും? ഞാൻ അടുത്ത പ്രാവശ്യം ജനിച്ചത് വേറെ വല്ലവരുമായിട്ടാണ്, മനുഷ്യനായിട്ടല്ല എനിക്ക് ജനിക്കാനുണ്ടായത്. കാരണം കർമ്മത്തിൽ ശുദ്ധി ഇല്ലായിരുന്നല്ലോ. ശുദ്ധിയായി വരുന്നതിൻ്റെ മുന്നെയാണ് മരണം സംഭവിച്ചത്. അപ്പോൾ ഇതൊക്കെ പുനർജന്മം ഉണ്ട് എന്ന തലത്തിലുള്ള ഒരു ഇതാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത്. മുന്നോട്ട് എന്താ പറയുന്നത്? ജന്മമേ ഉണ്ടായിട്ടില്ല, പിന്നെ എങ്ങനെ പുനർജന്മം എന്ന്. നമ്മൾ ആ തലത്തിലേക്ക് പടിപടിയായിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ കണ്ണിൻ്റെ മുന്നിൽ ജനനവും മരണവും ഒക്കെ സംഭവിക്കുന്നുണ്ട്. പലരും പല വിധത്തിലാണ് ജനിക്കുന്നത്. അപ്പോൾ ജന്മം എന്നുള്ളതൊരു പുതിയ തുടക്കമാണെങ്കിൽ എല്ലാവരും ഒരുപോലെ ജനിക്കണം. അങ്ങനെ കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെ ഒരു പ്രത്യേക വിധത്തിൽ ഒരാൾ ജനിക്കണമെങ്കിൽ മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടായിരിക്കണം. അപ്പോൾ അവിടെ നമ്മൾ പുനർജന്മം, മുജ്ജന്മം എന്നൊരു സിദ്ധാന്തം വെക്കുകയാണ്. ഇങ്ങനെ ജനിക്കാനുണ്ടായ ഒരു കാരണം എന്നുള്ളത്. പിന്നീടാണ് ഈ ജനനം മരണം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഉണ്ടായോ അത് അല്ലെങ്കിൽ അത് കണ്ടവൻ്റെ അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന ആളുടെ ഉള്ളിലാണോ സംഭവിക്കുന്നത്. ഇത് മുന്നോട്ട് നമ്മളുടെ ഗ്രന്ഥങ്ങളുടെയൊക്കെ പ്രത്യേകത ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞല്ലോ. ആദ്യം കുറച്ച് പറയും, അതിൽ നമുക്ക് താല്പര്യം ഉണ്ടാകുമ്പോൾ അതിന് കുറച്ചും കൂടി വിശദീകരിക്കും, അത് കുറച്ച് മനസ്സിലാകുമ്പോൾ കുറച്ചും കൂടി വിശദീകരിക്കും. ഇങ്ങനെയാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെ തന്നെ. സ്കൂളിലൊക്കെ മാത്സ് പഠിപ്പിക്കുമ്പോൾ കണ്ടില്ലേ, ആദ്യം മുത്തുകൊണ്ട് എണ്ണും, പിന്നെ 1+2 ആവും, പിന്നെ കുറച്ചും കൂടി 20+30 ആവും, പിന്നെ അങ്ങനെ വലുതായി വരും. അത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഭാഗവതം പതുക്കെ തുടങ്ങി മുന്നോട്ട് അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ ഉള്ള ഒരു കാര്യം 19ാമത്തെ ശ്ലോകത്തിൽ നോക്കുമ്പോൾ ഹരിഭക്തി ഉണ്ടായ ഒരാൾ, ഹരിഭക്തനായ ഒരാൾ സിദ്ധിയെ പ്രാപിക്കുന്നതിന് മുമ്പ് മരിച്ച് വേറെ ഏതെങ്കിലും ജീവിയായിട്ട് ജന്മമെടുത്താൽ പോലും സംസാര ക്ലേശത്തിൽ നിന്ന് മുക്താവുന്നതാണ്. ഉടനെ മുക്തമാവുമെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ അയാൾക്ക് സംസാര മുക്തി ഉണ്ടാകും, പടിപടിയായിട്ട് ഉണ്ടാകും. ഇതേ കാര്യം ഭഗവത്ഗീതയിൽ അർജുനനും ചോദിക്കുന്നുണ്ട്. ഞാനിതൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, അതിൻ്റെ മുന്നേ എൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അപ്പോഴും ഭഗവാൻ പറയുന്നു, ഈ സാധന തുടർന്നു പോകാവുന്ന സാഹചര്യത്തിലായിരിക്കും അടുത്ത ജന്മം ഉണ്ടാവുക. അനുഭവ മണ്ഡലങ്ങൾ അതിന് ഉതകുന്ന വിധത്തിൽ തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കാനുള്ളത്, എപ്പോഴൊക്കെ നമ്മൾ കർത്തൃത്വ ഭോക്തൃത്വം ഒഴിവാക്കിയിട്ട് ഇല്ലാണ്ട് കർമ്മങ്ങൾ ചെയ്തുവോ, അവനവന് വന്നു ചേർന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്തുവോ, അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ പടിപടിയായിട്ട് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നയിക്കാനുള്ളതാണ്. അത് കാരണം എപ്പോൾ തുടങ്ങി, ഇനി വയസ്സാകുമ്പോൾ തുടങ്ങാം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ തുടങ്ങി അത്രയും നന്ന്. കാരണം അടുത്ത നിമിഷം നമ്മളെ കയ്യിലാണോ നമുക്കറിയില്ല. തുടങ്ങിയതൊന്നും വേസ്റ്റ് ആവില്ല എന്തായാലും, അത് ഉറപ്പാണ്. കാരണം ഇത് ആരാണ് പറയുന്നത്? ആത്മജ്ഞാനികളാണ് പറയുന്നത്. അപ്പോൾ ഈ പൂർവജന്മത്തിലുള്ള ഹരിഭക്തി ഈ ജന്മത്തിലും ഉണ്ടാവും, അടുത്ത ജന്മത്തിലേക്ക് അത് പോകും. അതിങ്ങനെ വളർന്നു വരും. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനത്തെ അല്ലല്ലോ, ഞാൻ ഈ ജന്മത്തിൽ ഇപ്പോൾ ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ചെയ്തു, വേണ്ടാത്തത് ചെയ്തു, ഹരിഭക്തി ഒന്നും ഉണ്ടായില്ല, ഓക്കെ. ഞാൻ വേണ്ടാത്തത് ചെയ്തു എന്നൊരു തിരിച്ചറിവുണ്ടായില്ലേ? അതാണ് ആദ്യം. യെസ്, തിരിച്ചറിവുണ്ടായി. ഇനി ഒന്ന് മാറണം തോന്നുന്നില്ലേ? ഉണ്ടായി. അത് തന്നെ ഭക്തിയുടെ തുടക്കം. ഭഗവത്ഗീതയും പറഞ്ഞു, ഇങ്ങനെ ഒരു ചിന്ത വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അന്ന് മുതൽ അവൻ നന്നായിന്ന്. ഇത് മുമ്പ് നമ്മൾ ചെയ്ത സാധനയുടെ ഫലം കൊണ്ടാണ്. ഇതെല്ലാവർക്കും കിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഈ സത്സംഗത്തിൽ ഇല്ലെങ്കിൽ സ്വാധ്യായം ഭാഗവത ക്ലാസ്സിൽ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു കാരണം മുമ്പുണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഉത്സാഹത്തോടു കൂടി ആധ്യാത്മികമായുള്ള ക്ലാസ്സിൽ വന്നിരിക്കാൻ പറ്റാറില്ല. പലരും ബോറടിക്കും, ഉറങ്ങും, എണീറ്റ് പോവും, ഒക്കെ ചെയ്യും. ഇത് നമ്മൾ കാണുന്നതാണ്. ഇതിന് കാരണം അവർ ഈ വിധത്തിൽ ഇത് കേൾക്കാനുള്ള പാകം ആയിട്ടില്ല. ഇപ്പോൾ ഇതാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരതിനുള്ള ഗുണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് എന്താ പറയുക, പൂർവ്വജന്മത്തിൽ ഇതിനു മുമ്പുള്ള സംസാര അനുഭവങ്ങളിൽ നിന്ന് അവർ സൽക്കർമ്മങ്ങളും ഒക്കെ ചെയ്ത് ഹരിഭക്തിയോടുകൂടി വന്ന കാരണം ഇപ്പോൾ ഹരിഭക്തിയെക്കുറിച്ച് കേൾക്കാനുള്ള അവസരം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ നോക്കിയാൽ അറിയാൻ പറ്റും. ഈ ഒരു ശ്ലോകം കഴിഞ്ഞതിന് ശേഷം ഹരിഭക്തി ഉണ്ടാവാനുള്ള അടിസ്ഥാന തത്വം അത് പറഞ്ഞു കൊടുക്കണം.
ഏറ്റവും ചുരുക്കിയിട്ട് നാരദരനെ പറഞ്ഞിട്ട് ഞാനിത് വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത്. കാരണം നിങ്ങൾ ആചാര്യനാണ്, നിങ്ങളാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് മോക്ഷത്തിലേക്ക് നയിക്കുന്നത്, നിങ്ങളെ ആചാര്യനാണ്. അപ്പോൾ ആചാര്യന് ഞാൻ പ്രത്യേകിച്ച് ഇനി അത് വിശദമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കത് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് നാരദർ വളരെ ചുരുക്കി ഹരിഭക്തിയുടെ അടിസ്ഥാന തത്വങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇത് ആക്ച്വലി നാരദർ വ്യാസർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, നമുക്ക് ആരുടെ അടുത്താണ് കിട്ടുന്നത്? വ്യാസർ എഴുതിയാൽ നമ്മൾ വായിക്കുന്നത്, നമുക്കും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ തലത്തിലേക്ക് അത് മാറ്റിയിട്ട് പറയുന്നുണ്ട്. നോക്കാം എന്തൊക്കെയാണ് പറയുന്നത്. ആരാണ് ഭഗവാൻ? ഇതിൻ്റെ ഉത്തരം കണ്ടെടുക്കണം. ആരാണ് ഭഗവാൻ എന്ന ചോദ്യം തന്നെ തെറ്റാണ്. നമ്മൾ ഇതുവരെ അങ്ങനെയൊക്കെയാണ് ചോദിച്ചിരുന്നത്. എന്താണ് ഭഗവാൻ എന്നാണ് ശരിക്കും ചോദിക്കേണ്ടത്. കാരണം ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അതൊരു വ്യക്തി പ്രഭാവം. വ്യക്തി എന്ന് പറയുമ്പോൾ പിന്നെ അതിനൊരു രൂപം ഉണ്ടാവും, സ്വഭാവം ഉണ്ടാവും, ജന്മമരണാദികളൊക്കെ ഉണ്ടാവും അല്ലെ. വ്യക്തിത്വം ആയിട്ട് പറയുകയാണെങ്കിൽ ഭഗവാൻ വ്യക്തിത്വം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു, നിർഗുണ നിരാകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഉള്ളൊരു ചൈതന്യത്തിനെ ആര് എന്ന ചോദ്യം കൊണ്ടല്ല ചോദിക്കേണ്ടത്, എന്ത് എന്ന ചോദ്യം കൊണ്ടാണ്. അപ്പോൾ ഭഗവാൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇതാണ് കറക്റ്റ് ചോദ്യം. എന്താണ് ഭഗവാൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അടുത്തത് പറയുന്നത്, ഇപ്പം ആദ്യത്തെ ഭാഗത്തൊക്കെ നാരദർ പറഞ്ഞു ഭഗവത് ലീലകളെ വേണ്ട വിധം വർണ്ണിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഭഗവാൻ എന്താണ് എന്ന് ചോദിച്ചു. അടുത്ത ചോദ്യം ഭഗവത് ലീലകൾ എന്നാൽ എന്താണ്? അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ രണ്ട് ചോദ്യങ്ങളാണ് അടിസ്ഥാനമായിട്ട് അറിയേണ്ടത്. അപ്പോഴേ നമുക്ക് വേണ്ട വിധത്തിലുള്ള ഹരിഭക്തി ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഹരിഭക്തി എന്താണെന്ന് ആദ്യം പറഞ്ഞു. ഹരിഭക്തിയിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? ഭാഗവതം മുഴുവൻ ഹരിഭക്തിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ശ്ലോകം ഭാഗവതം എന്ന ഒരു നഗരത്തിലേക്കുള്ള ഒരു എൻട്രി പോയിൻ്റ്, ഗേറ്റാണ്. ഇതിൽ നമ്മളങ്ങോട്ട് പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. ഹരിഭക്തി എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആദ്യം ഭഗവാൻ എന്നുള്ളതിൻ്റെ ഉത്തരം പറയണം. ഈ കാണുന്ന ലോകം എന്തിൽ നിന്ന് ഉത്ഭവിച്ച് എന്തിൽ നിലനിന്ന് എന്തിലേക്ക് ലയിക്കുന്നുവോ അതാണ് ഭഗവാൻ. എന്താണ് പറഞ്ഞത്? എന്തിൽ നിന്ന് ഉത്ഭവിച്ച് എന്തിൽ നിലനിന്ന് എന്തിലേക്ക് ലയിക്കുന്നുവോ അതാണ് ഭഗവാൻ. ആരിൽ നിന്ന് ഉത്ഭവിച്ചുവോ എന്നല്ല പറഞ്ഞു. ആരിൽ നിന്ന് ഉത്ഭവിച്ചുവോ എന്ന് പറഞ്ഞാൽ അവിടെ വീണ്ടും നമ്മൾ ഈശ്വര തത്വത്തിന് ഒരു വ്യക്തിയായിട്ട് കാണാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. കാരണം നമ്മുടെ ബുദ്ധിയൊക്കെ അത്രേ ആയിട്ടുള്ളൂ. അത് കാരണം ഇതേ ചോദ്യം നമ്മൾ തൈത്തിരി ഉപനിഷത്തിൽ പഠിക്കും. ബ്രഹ്മം എന്താണെന്ന് ചോദിച്ചപ്പം ശിഷ്യന് ഗുരു പറഞ്ഞു കൊടുത്ത ഈ കാണുന്നതെല്ലാം എന്തിൽ നിന്നുണ്ടായി എന്തിൽ നിലനിന്നു എന്തിലേക്ക് ലയിക്കുന്നുവോ അതാണ് ഭൃഗുവല്ലി. അതിൽ നമ്മൾ ഈ ചോദ്യവും ഉത്തരവും കൊണ്ട് അത് തന്നെ ഇവിടെയും പറയണം. അപ്പോൾ ഭഗവാൻ എന്നുള്ളത് ബ്രഹ്മമാണ്. ഈ കാണുന്നതെല്ലാം ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ചു, ബ്രഹ്മത്തിൽ നിലനിന്നു, ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. കടലും തിരയും പറയുന്നത് പോലെ ഈ കാണുന്ന തിരകളെല്ലാം കടലിൽ നിന്നുയർന്ന് കടലിൽ തന്നെ നിലനിന്നു കടലിലേക്ക് ലയിക്കുന്നു. കടലായിരിക്കുമ്പോഴും തിരയായിരിക്കുമ്പോഴും അത് ജലം മാത്രമാണ്. ആ ഒരു ഉദാഹരണം നമ്മൾ ഈ തത്വത്തിലേക്ക് മനസ്സിലാക്കുക. ഈ കാണുന്നതെല്ലാം, അപ്പോൾ നമ്മൾ മനുഷ്യരും മൃഗങ്ങളും പക്ഷി വൃക്ഷലതാദികളും ഒക്കെ ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ്. നമ്മൾ ഓരോരുത്തരും ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ്. ബ്രഹ്മത്തിൻ്റെ ചെറിയ ബ്രഹ്മസാഗരത്തിലെ കൊച്ചു തിരകളാണ്. വിവേകാനന്ദ സ്വാമിയുടെ പ്രയോഗമാണത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ഒരു ബോധം വേണം. അതുണ്ടാവുമ്പോഴേ ഹരിഭക്തിയുടെ ആദ്യത്തെ ഭാഗം ആവുന്നുള്ളൂ. ഇപ്പം നമ്മൾ ശ്ലോകമൊക്കെ ചൊല്ലും, ഇപ്പം വിഷ്ണു സഹസ്രനാമം ചൊല്ലും, ലളിതാ സഹസ്രനാമം ചൊല്ലും, ഒക്കെ ചൊല്ലും. എല്ലാം പറഞ്ഞിരിക്കുന്നത് വാക്കിൻ്റെ അർത്ഥം ഇതൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ ആ അർത്ഥം ശ്രദ്ധിക്കാറില്ല. നമ്മളെ വിചാരം നല്ല ഉച്ചത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ, സ്ഫുടതയോട് ചൊല്ലിക്കഴിഞ്ഞാൽ ഒക്കെ ഇങ്ങോട്ട് ദൈവം പ്രസാദിച്ച് ഇങ്ങോട്ട് ഇതാക്കും. അങ്ങനെയല്ല. മാറ്റം അവനവൻ്റെ ഉള്ളിലാണ് വരേണ്ടത്. അപ്പോൾ ഈ കാണുന്നതെല്ലാം ഈശ്വര ചൈതന്യമാണെന്ന് ബോധിക്കലാണ് ആദ്യത്തത്.
ഇത് തന്നെ വിഭൂതി യോഗത്തിലും പറയുന്നു. ഇന്ന് ഞാൻ ഇത്രയും ഓരോ ഗ്രന്ഥങ്ങൾ പറയാൻ കാരണം എല്ലാ ഗ്രന്ഥവും ഓടി നടന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ഗ്രന്ഥം മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിലും പറഞ്ഞ ഒരേ കാര്യമാണ്. നമുക്ക് ബുദ്ധിക്ക് ചേരുന്ന വിധത്തിലുള്ള മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാണുന്നൊക്കെ ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? ലോകത്തിനെയാണ് കാണുന്നത്. നമ്മൾ ഉൾപ്പെട്ട ലോകം. അപ്പോൾ ഈ ലോകമായിട്ട് അനുഭവപ്പെടുന്നതെല്ലാം ബ്രഹ്മമാണ്. ആരെ ഒഴിവാക്കും? ഈശ്വര ഭക്തൻ ഒരിക്കലും ശത്രുക്കൾ ഉണ്ടാവാതിരിക്കാനുള്ള കാരണം ഇതാണ്. കാരണം അവർക്ക് ശത്രുവായി വരുന്നതും കൂടി ബ്രഹ്മമാണ്. അവരല്ലാതെ വേറെ ഒന്നും അവർക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ വ്യവഹാരത്തിൽ എന്തൊക്കെ ചെയ്യണോ അത് ചെയ്യുമ്പോഴും പാരമാർത്ഥിക തലത്തിൽ അവർ ബ്രഹ്മബോധത്തിൽ ഇരുന്നു കൊണ്ടാണ് ചെയ്യാം. എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓർമ്മിക്കാനുള്ളത് ലോകമായിട്ട് അനുഭവപ്പെടുന്നതെല്ലാം ബ്രഹ്മമാണ്. ബ്രഹ്മം നമ്മളുടെ സാധാരണ ഭക്തൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഭഗവാനാണ് എന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ലോകവും ലോകത്തിൻ്റെ ആശ്രയസ്ഥാനം എവിടെ നിന്നുണ്ടായി എന്തായി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു ആശ്രയസ്ഥാനം എന്ന് പറയാം. അതും തമ്മിൽ വ്യത്യാസമില്ല. ആശ്രയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. സ്വർണവും ആഭരണവും. അപ്പം സ്വർണ്ണാഭരണത്തിൽ നിന്ന് സ്വർണത്തിനെ മാറ്റിക്കഴിഞ്ഞാൽ ആ ആഭരണം ഉണ്ടാവില്ല. അപ്പോൾ സ്വർണത്തിനെ ആഭരണത്തിൻ്റെ ആശ്രയസ്ഥാനം എന്ന് പറയാം. അതുപോലെ ഇവിടെ ഈ ലോകമെല്ലാം ഉണ്ടായത് ഭഗവാനിൽ നിന്നാണ് എന്ന് പറയുമ്പം ഭഗവാൻ ആശ്രയസ്ഥാനമായി. അപ്പം ലോകം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭഗവാനുണ്ട്. ആഭരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്വർണ്ണമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ലോകം ഉണ്ടായാലും നിലനിന്നാലും തിരിച്ചു ലയിച്ചാലും ഭഗവാൻ എപ്പോഴും ഉണ്ട്. ആശ്രയമാണ്. അപ്പോൾ ലോകവും ലോകത്തിൻ്റെ ആശ്രയസ്ഥാനവും തമ്മിൽ വ്യത്യാസമില്ല. ഇതാണ് ആദ്യം. നമ്മൾ ലോകത്തിനെ ദുഷിക്കുമ്പോൾ നമ്മൾ ഭഗവാനെയാണ് ദുഷിക്കുന്നത്. നമ്മളും ഭഗവാന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് ദുഷിക്കുന്നത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പം ലോകം മുഴുവൻ നന്മകളുണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ നമുക്കും കൂടി വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇതും കൂടി നമ്മൾ ഓർമ്മിക്കാണ്ട്. ഇനി ഇതിൽ തന്നെ ഈ ലോകവും ലോകത്തിൻ്റെ ആശ്രയസ്ഥാനവും എന്ന് പറയുമ്പോൾ ലോകം രണ്ട് വിധത്തിലാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മൾ സൃഷ്ടിയായിട്ടും സൃഷ്ടിയെ കാണുന്ന ജീവനുമായിട്ടാണ് നമ്മൾ അനുഭവപ്പെടുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവഭാവം, സൃഷ്ടിയും ജീവഭാവവും ഇത് രണ്ടും ലോകത്തിൻ്റെ ആശ്രയസ്ഥാനം പരമാത്മാവിൽ നിന്നാണ്. രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കാനുള്ളത്. ലോകം എന്ന് പറയുമ്പോൾ സൃഷ്ടിയും സൃഷ്ടിയായി അഭിമാനിക്കുന്ന ജീവനും ഇവർ രണ്ടാളും പരമാത്മാവിൽ നിന്നാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗത്തിന് സൃഷ്ടിയെയും, സൃഷ്ടി പറഞ്ഞാൽ നമ്മളുടെ ദേഹം ഒക്കെ സൃഷ്ടിയുടെ ഭാഗമാണ്. ദേഹത്തിൽ അഭിമാനിക്കുന്ന ആത്മാംശം ജീവനാണ്. ഇത് രണ്ടും കൂടി ചേരുന്ന നമ്മൾ അസത്ത് എന്നാണ് പറയാം. സത്യമല്ല, പക്ഷെ അത് താൽക്കാലികമായിട്ട് സത്യമായിട്ട് അനുഭവപ്പെടുന്നു. അസത് ഭാവം എവിടെ നിന്നുണ്ടായി? പരമാത്മാവ്. പരമാത്മാവ് ഒരിക്കലും മാറ്റമില്ലാത്തതാണ്, എപ്പോഴുമുള്ളതാണ്. അതിനെ സത്ത് എന്ന് പറയും. അപ്പോൾ സത്തായും അസത്തായും നമുക്ക് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ അസത്തായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് സത്തിനെയാണ്. നമ്മളുടെ അജ്ഞാനം കാരണം അത് അസത്തായി അനുഭവപ്പെടുന്നു. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ. ഇനി അടുത്തത് ഭഗവത് ലീലകൾ. ഇതും കൂടി പറയുന്നൊരു കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നുണ്ട്. ഇതും കൂടി നമുക്ക് പറയാം. ഭഗവാൻ എന്താണ് എന്ന് നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി. അടുത്തത് ഭഗവത് ലീലകളാണ്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ എന്താണ് എന്നാണ് നോക്കുന്നത്. അടുത്തത് ഭഗവത് ലീലകൾ എന്താണ് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിന് കൊടുത്തിരിക്കുന്ന ഉത്തരം നാരദർ പറയുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെയാണ് ഭഗവത് ലീലകൾ എന്ന് പറയുന്നത്. സൃഷ്ടി ഉണ്ടാവുക, നിലനിൽക്കുക, ഇല്ലാണ്ടാവുക. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഭഗവത് ലീലകൾ. നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കിയാൽ ഇതല്ലാതെ വേറെ ഒന്നും കാണില്ല. എന്തൊക്കെ ഉണ്ടോ നമ്മളുടെ ചിന്തകളടക്കം സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടും എന്തൊക്കെ കാണുന്നുണ്ടോ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാവാനുള്ളതാണ്. ഇപ്പോഴൊക്കെ പലപ്പോഴും നമ്മൾ കാണുമ്പോൾ നമുക്ക് ജനിക്കുമ്പോൾ സന്തോഷം, മരിക്കുമ്പോൾ ദുഃഖമാണ്. പക്ഷെ അതിൽ നമ്മൾ ഈശ്വര ലീല കാണാൻ സാധിക്കുന്നുണ്ടാവും ഭക്തനായി. ഹരിഭക്തിയുടെ ആദ്യത്തെ ഭാഗം അതാണ്. അടിസ്ഥാന തത്വങ്ങൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ഭഗവത് ലീലകളാണെന്ന്. ലീലകൾ. അപ്പോൾ ഈ എന്തിനെ ഭഗവത് ലീല എന്ന് പറഞ്ഞു? ഈ വാക്ക് വളരെ ശ്രദ്ധിക്കാനുള്ളൊരു വാക്കാണ്. ലീല.
ലീല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്, സഹജമായിട്ടുള്ളതെന്ന്, പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഭഗവാൻ, ചിലർ പറയും ഭഗവാൻ ഇറ്റ്സ് എ ഡിവൈൻ പ്ലേ, വൈ ഡിഡ് ഈ പ്ലേ ടു എൻജോയ്, ഇങ്ങനെയൊക്കെയാണ് പറയാം. അപ്പോൾ അത് ഭഗവാൻ ആനന്ദിക്കാൻ വേണ്ടിയിട്ട് കളിക്കാൻ പോകുന്നത് മനുഷ്യനാണ്. ഭഗവാൻ നമ്മളല്ലേ ഗെയിം കളിക്കാൻ പോവുക സന്തോഷിക്കാൻ വേണ്ടിയിട്ട്. ഭഗവാൻ സ്വയം ആനന്ദ സ്വരൂപമാണ്. പിന്നെ ഭഗവാൻ ഇത് കളിച്ചിട്ട് ആനന്ദിക്കാൻ എന്താ ഉള്ളത്? അതില്ല. അപ്പോൾ ലീല എന്ന് പറഞ്ഞാൽ പ്ലേ എന്നല്ല അർത്ഥം, സഹജമായിട്ട് സംഭവിക്കുന്നത്, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്, അതിനാണ് ലീല എന്ന് പറയുന്നത്. ഈ സഹജമായിട്ട് സംഭവിക്കുന്നതിനെ നമ്മൾ പറയുന്ന പേര്, ഭഗവത് ശക്തിയിൽ സൃഷ്ടി ഉണ്ടായി നിലനിന്ന് ലയിക്കുന്ന ആ ഒരു പ്രതിഭാസത്തിന് നമ്മൾ പറയുന്ന പേര് മായ എന്നാണ്. ഇങ്ങനെ തോന്നിക്കുന്നത് മായാശക്തി, അല്ലാതെ ഇത് ഈശ്വരന് വേറെയല്ല. ഈശ്വരൻ്റെ ശക്തി വിശേഷത്തിന് നമ്മൾ പറയുന്ന പേര്, ബ്രഹ്മത്തിലെ ശക്തിക്കാണ് മായ എന്ന് പറയുന്നത്. മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നല്ല അർത്ഥം. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. പലരും പറയും ലോകമൊക്കെ മായയല്ലായിരിക്കും. മായ എന്ന് പറഞ്ഞാൽ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നതെന്നാണ്, മാറിക്കൊണ്ടിരിക്കുന്നത്. അതാണ് മായ, സ്ഥിരതയില്ലാത്തത്. എല്ലാം ഞാനായിരിക്കുമ്പോഴും ഇതൊന്നും ഞാനല്ല എന്ന് തോന്നിക്കുക, അതാണ് മായയുടെ പ്രത്യേക ശക്തികളൊന്നല്ലേ. നമ്മളിത് മുമ്പ് പഠിച്ചിട്ടുണ്ട്, വിക്ഷേപം, ആവരണം എന്നൊക്കെ. നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ, നമ്മൾ സ്വപ്നത്തിലൊരു ലോകം കാണുന്നു, അതിൽ ക്യാരക്ടർ കാണുന്നു, വസ്തുക്കളെ കാണുന്നു. സ്വപ്നം കാണുന്ന ആൾ തന്നെയാണ് സ്വപ്നത്തിലെ ക്യാരക്ടറും ഇതൊക്കെ ആയി മാറിയിരിക്കുന്നത്. പക്ഷെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ അയാളിൽ നിന്ന് വേറെയായിട്ടാണ് കാണുക എന്ന് പറഞ്ഞതുപോലെ ഇത് നമ്മളെവിടെ കാണുക? ആനന്ദശയനത്തിൻ്റെ രൂപത്തിൽ കാണാം. ഭഗവാൻ യോഗമായയിലാണെന്ന്, തൻ്റെ സങ്കല്പം കൊണ്ടുണ്ടായ ലോകത്തിനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ. പക്ഷെ നമ്മൾ മറന്നുപോയത് ഈ ലോകാനുഭവങ്ങളൊക്കെ അവനവൻ്റെ സങ്കല്പമാണ്. ഓരോ വ്യക്തിയുടെയും അനുഭവങ്ങളുടെ അവരുടെ സ്വയം സങ്കല്പമാണെന്ന് മറന്നു പോകുന്നത് നമ്മുടെ പ്രശ്നം. ഇതിനാണ് മായാശക്തി എന്നൊക്കെ പറയുന്നത്. സത്യം നമ്മൾ അറിയാതിരിക്കുക, സത്യമല്ലാത്തതിൽ സത്യമാണെന്ന് തോന്നുക, വിക്ഷേപം, ആവരണം എന്നൊക്കെ നമ്മൾ വേദാന്ത ക്ലാസ്സിൽ ഇത് പഠിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പം ഞാൻ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. ഈ മായാശക്തി തന്നെ 3 ഗുണങ്ങളായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു: സത്വം, രജസ്, തമസ് എന്നൊക്കെ. ഇതൊക്കെ ഇനി മുന്നോട്ട് വിസ്തരിച്ച് തൃതീയ സ്കന്ധത്തിൽ ഇതിനെക്കുറിച്ച് വീണ്ടും പറയും. ഇപ്പം പറഞ്ഞത് നാരദരിങ്ങനെ ഒന്ന് ചുരുക്കി പറഞ്ഞു പോയിട്ടുള്ളൂ. ഗുണത്രയങ്ങളായിട്ടും ശക്തിത്രയങ്ങളായിട്ടും ഇന്ന് അനുഭവപ്പെടുന്നു. ശക്തിത്രയം എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഇങ്ങനെ അനുഭവപ്പെടുന്നതൊക്കെ മായയാണ്. ഇച്ഛാശക്തി, ഒരു സങ്കല്പം ഉണ്ടാവുക, സൃഷ്ടിക്കാനുള്ള സങ്കല്പം, ഒരു ലോകാനുഭവത്തിൻ്റെ സങ്കല്പം ഉണ്ടാവുക. ആ സങ്കല്പത്തിനെ ദൃഢമാക്കാൻ വേണ്ട അറിവ്, ജ്ഞാനം, അതിനെ കണ്ടുകൊണ്ടിരിക്കുക, അനുഭവിക്കാനുള്ള അറിവ്, ഇതൊക്കെ ജ്ഞാനശക്തിയാണ്. സൃഷ്ടിക്കുക എന്ന കർമ്മം, ഇത് ക്രിയാശക്തിയാണ്. അപ്പോൾ ഇത് 3 ഇനി വിസ്തരിച്ച് തൃതീയ സ്കന്ധത്തിലൊക്കെ പറയും. അപ്പം കൂടുതൽ അറിയാം. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ഇത് 3 കൂടി ചേരുന്നതാണ് നമ്മുടെ ജീവിതം മുഴുവൻ. നമ്മളിപ്പം ലളിതാ സഹസ്രനാമത്തിൽ ഓം ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണ്യേ നമഃ എന്ന് പറയുമ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് നയിക്കുന്ന ശക്തിയെയാണ് വിളിക്കുന്നത്, നമസ്കരിക്കുന്നത്. ഇതും കൂടി ഓർമ്മിക്കണം. അപ്പോൾ ഇത് അടിസ്ഥാനമായിട്ട് 2 കാര്യങ്ങൾ, ഭഗവാൻ എന്താണെന്നും ഭഗവത് ലീല എന്താണെന്നും നാരദരൊന്ന് ചുരുക്കി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, തപസ്, ദാനം, സ്വാധ്യായം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഹരിഭക്തി ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊന്നും വെറുതെ അല്ല, പക്ഷേ ഇത് ഹരിഭക്തി എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കണം. ദേഹമനോബുദ്ധികളിൽ നിന്നുള്ള താതാത്മ്യം മാറുന്ന വിധത്തിലേക്ക് ആയി വരണം. അതാണ് ഹരിഭക്തി. ഇത് മുമ്പത്തെ ഡെഫിനിഷനിൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മാത്രമേ മുക്തി, ആത്യന്തികമായ ദുഃഖനിവൃത്തി സാധ്യമാവുകയുള്ളൂ എന്ന് വ്യാസരെ വീണ്ടും വീണ്ടും നാരദമുനി ഓർമ്മിപ്പിക്കുകയാണ്. അതിൻ്റെ ശേഷം ഇനി ഈ ഹരിഭക്തിയുടെ തുടർച്ച ഉണ്ടാവില്ലയോ? ആദ്യം പറഞ്ഞത് ഈ മരണം സംഭവിച്ചാൽ പോലും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അതിന് ഉദാഹരണമായിട്ട് നാരദൻ്റെ സ്വന്തം കഥ, മുമ്പ് ആരായിരുന്നു, എങ്ങനെ നാരദരായി എന്നൊക്കെ പറയുന്നുണ്ട്.